കരിയും പുകയില്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ കുഴിമന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കിലോ ചിക്കനാണ്. അപ്പോൾ 2 കിലോ ചിക്കൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യമേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 പാത്രങ്ങളിലായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ആ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമ്മൾ എല്ലായിടത്തേക്കും എത്തിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഒരെണ്ണം, ഇതെല്ലാം കൂടി ആഡാക്കാം. അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 4 ചെറിയ മാഗി ക്യൂബ്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് കറുവപ്പട്ട, ഒരു 3-4-5 പീസൊക്കെ കറുവപ്പട്ട, പിന്നെ ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്. അതിന് ശേഷം നമ്മൾ പകുതി നാരങ്ങാനീര് എടുത്താൽ മതി. പകുതി നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു 3/4 മണിക്കൂറോളം വെക്കണം. അപ്പോൾ 3/4 മണിക്കൂറോളം നമുക്ക് മിക്സ് ആക്കിയിട്ട് വെക്കാം. അടുത്തത് നമുക്ക് അരിയിലേക്ക് കിടക്കാം. ഒരു 3-4-5 പീസ് കറുവപ്പട്ടയും കുറച്ച് കുരുമുളകും കൂടിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായി അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ്റെ മുകളിലേക്ക് അരി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 5-6 പച്ചമുളക് മുകളിൽ കുത്തി വെച്ചിട്ട് ഇത് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി. ഇപ്പോൾ 20 മിനിറ്റ് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മന്തി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ആ മന്തിയുടെ ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി. ഫുഡ് കളർ ആഡ് ചെയ്യണം നിർബന്ധമല്ല. കാരണം ആ ഒരു മസാല ആ സംഭവമൊക്കെ വരുമ്പോൾ അരിയുടെ കളറ് തന്നെ മാറും. നല്ല മണം കേട്ടോ, അടിപൊളി മണമാണ്. ഇനി നമ്മളത് സെറ്റ് ആയി കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ മയോണൈസും കൂട്ടി ഒരു കൈകലാണ്ട് കഴിക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മന്തി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.